ഹായ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കൂട്ടാൻ്റെ റെസിപ്പി ആയിട്ടാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടാനാണിത്. വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയാലും കഴിക്കും, അത്രയ്ക്കും ഇഷ്ടമാണ്. എന്നും ഈ ചിക്കനും മീനും എല്ലാം കഴിക്കാണ്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പം ഞാനിവിടെ ഒരു പൂള എടുത്തിട്ടുണ്ട്. പൂള മീൻസ് കപ്പ, അത് എടുത്തിട്ടുണ്ട്. ചേമ്പിൻ തണ്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാൽച്ചേമ്പിൻ്റെ വിത്ത് അതൊരു 3 എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ക്ലീൻ ചെയ്തിട്ട് കുക്കറിലോട്ട് ഇടാം. വളരെ ചെറുതായിട്ടാണ് കേട്ടോ മുറിച്ചിട്ടുള്ളത്. അപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ ഇപ്പോൾ ഇവിടെ ഉമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മൾ പണിക്ക് പോയവരൊക്കെ 10 മണിയാവും കഴിയുമ്പോൾ കഞ്ഞിക്ക് ഈ ഒരു കൂട്ടാനാണ് ഇത്ര അധികം ഉണ്ടാക്കാറ്. ഇവരൊക്കെ എപ്പോഴും ഉണ്ടാക്കുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. സംഭവം ഞാനിവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നിട്ടാണ് ഇങ്ങനത്തെ കൂട്ടാനുകളൊക്കെ കൂടുതൽ കഴിച്ചിട്ടുള്ളത്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഉമ്മ വയ്ക്കും, നല്ല ടേസ്റ്റാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. കറുവത്തുങ്കായ ഇടണമെന്നും ഉണ്ടായിരുന്നു, പക്ഷേ കറുവത്തുങ്കായ കിട്ടിയില്ല, അതുകൊണ്ടാണ് കേട്ടോ അത് കാണിക്കാഞ്ഞ്. അപ്പോൾ അതുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ ഇട്ടോളൂ. ഇതിലോട്ട് ഞാൻ പാകത്തിന് എരിവിന് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ചേമ്പിൻ തണ്ടിൽ ഓൾറെഡി വെള്ളം നല്ലോണം ഉണ്ടാവും, അപ്പോൾ വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് പാകത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ വീടുകളിലൊക്കെ ചിലപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും കേട്ടോ. നിങ്ങളുടെ ഉമ്മമാരോടോ അല്ലെങ്കിൽ നിങ്ങളുടെ വലിയുമ്മമാരോടൊക്കെ ചോദിച്ചാൽ അവർക്ക് അറിയാനുണ്ടാവും. അവരൊക്കെ അവരുടെ ഭർത്താക്കന്മാർക്ക് 10 മണിയാകുമ്പോഴത്തേനും പണി മാറ്റി കഞ്ഞി കുടിക്കാൻ വരുന്ന ആളുകൾക്ക് ഇതുപോലെ കൂട്ടാനൊക്കെ വെച്ചെടുക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കാം. നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെയുള്ളവരുണ്ടായിരിക്കാം. അപ്പോൾ ഇപ്പോഴല്ലേ ഇപ്പോൾ എല്ലാവരും പ്രവാസികളോ അല്ലെങ്കിൽ പുറത്തൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ എപ്പോഴല്ലേ ആയത്. ആദ്യമൊക്കെ എപ്പോഴും നമ്മുടെ നാട്ടിൽ തന്നെ ജോലി ചെയ്യുന്നവർക്ക് ഇതിനെക്കുറിച്ചിട്ടൊക്കെ അറിയാനുണ്ടാവും. ഇപ്പോൾ എന്താ കൂട്ടാനും ഇല്ല, ഒന്നുമില്ല. ഈ ചേമ്പിൻ തണ്ടൊന്നും എന്താന്ന് പോലും അറിയാത്ത കുട്ടികളാണ് ഇപ്പം നമ്മുടെ കാലത്തുള്ളവർ. അറിയുന്നവരും ഉണ്ടാവാം, പക്ഷെ അറിയാത്തവർ ഒരുപാട് പേരുണ്ടാവും. ഇനി ഈ കൂട്ടാനൊന്ന് കടു പൊട്ടിച്ചെടുക്കണം. അപ്പോൾ കൂട്ടാൻ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലോട്ട് ഒരു 3/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാടങ്ങ് കടുക് ഓവറാക്കണ്ട, കാരണം കൂട്ടാനല്ല നമ്മൾ കഴിക്കുമ്പോൾ നമുക്കത് കടിക്കുമ്പോൾ അത് മട്ടിപ്പ് വരും. പിന്നെ ഒരു പാകത്തിന് വറ്റൽമുളക് ഒന്നുകിൽ പൊട്ടിച്ചിട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പൊടിച്ച് വെച്ചിട്ടുള്ളതിന് ഒരു 3/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ പാകത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ടാൻ ഇട്ടുകൊടുക്കുക. ഇതൊക്കെ എത്ര വേണേലും കഴിക്കാമല്ലോ, പച്ചക്കറിയല്ലേ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം, നിങ്ങൾക്കിങ്ങനെ കഴിക്കുകയും ചെയ്യാം. അത് 10 മണി സമയത്താവുമ്പോൾ പിന്നെ പറയാൻ വേണ്ട. ഞാനിത് വെറുതെ ഇരുന്നിട്ട്, ഞാൻ കഞ്ഞിയുടെ കൂടെയൊന്നുമല്ല കേട്ടോ, ഞാൻ 10 മണിക്ക് കഞ്ഞി കഴിക്കാറില്ല. പക്ഷേ ഞാനിത് ഇങ്ങനെ എന്തെങ്കിലും കൂട്ടാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ കഴിക്കാറുണ്ട്. എനിക്കിഷ്ടമാണ് ഇങ്ങനെ വെറുതെ കഴിക്കാൻ, ചുമ്മാ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കിഴങ്ങ് കഴിച്ചാൽ ഗ്യാസ് പ്രോബ്ലം ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എണ്ണയിൽ കടുക് വറുത്ത ശേഷം ജസ്റ്റ് ഒരു കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ട് അതും കൂടെ ഇട്ടിട്ടൊന്ന് നിങ്ങൾ താളിച്ചെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പഴയകാല ഓർമ്മയിലോട്ട് നമ്മളൊന്ന് തിരിഞ്ഞ് നടന്ന് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക്